അപ്പം ഇതാണ് വണ്ടി, ഈ രണ്ട് വണ്ടി. നേരത്തെ നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടി കോവിഡ് ടൈമിൽ 2019 ആ ടൈമിൽ കയറ്റിയിട്ടതാണ്. അപ്പം ഒരു 2 വർഷം വണ്ടി കോവിഡിൻ്റെ അകത്ത് കടന്ന്, പിന്നെ ടാക്സ് പെൻഡിങ്ങിൻ്റെ ഇഷ്യൂ കാരണം അങ്ങനത്തെ കുറച്ച് പേപ്പർ വർക്കിൻ്റെ അകത്ത് വണ്ടി കയറി കിടക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇപ്പം നിലവിലെ കണ്ടീഷൻ ഇതാണ്. ഞാൻ മൊത്തത്തിൽ നിന്ന് കാണിച്ചു തരാം. ഫുള്ള് ഇത് പായലെടുത്തേക്കുന്നത്. അപ്പം നിങ്ങളെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളിത് ഫുള്ള് ഓരോ പാർട്ടായിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ, ഞാൻ വ്ളോഗ് ചെയ്തത് എനിക്ക് നല്ല പരിചയമൊന്നുമില്ല, തെറ്റൊക്കെ വരും, എല്ലാം ക്ഷമിക്കുക. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഇപ്പം ഞാൻ ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലീനിങ് റീസ്റ്റോറേഷൻ വീഡിയോ പോലെ ചെയ്യാനാണ് പ്ലാൻ എനിക്ക്. അപ്പം അതാണ് പ്ലാൻ. റീസ്റ്റോറേഷൻ കഴിഞ്ഞ് ഒരു കോൾഡ് സ്റ്റാർട്ട്, അങ്ങനെ പയ്യെ ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരാനാണ് പ്ലാൻ. അപ്പം ഒന്നിത് വീരാബോഡിയും ഇത് പ്രകാശ് ഓടിയാണ് വണ്ടി. അപ്പം ഞാൻ മൊത്തം വണ്ടി ഒന്ന് ഫുള്ള് കാണിച്ചു തരാം. ലോവർ ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ എയർ സസ്പെൻഷനാണ് വരുന്നത്. അപ്പം അത് ഫുള്ള് എയർ പോയി കിടക്കുന്നതുകൊണ്ട് താഴ്ന്ന് നടക്കും വണ്ടി നല്ല ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഫുള്ള് ഓരോരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഇപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് പ്രകാശ വണ്ടി. അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ ഇപ്പം കാണിച്ചു തരാം. എയർ ഡോറാണ്, ഇപ്പം എയർ ഇല്ലാത്തതുകൊണ്ട് സംഭവം ചെയ്യുന്നത്. അപ്പം ഫുള്ള് ഇൻറ്റീരിയർ വരുന്ന ഇതാണ്. ഇതിൻ്റെ താമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അടിച്ചുകൊണ്ട് പോയിക്കുക. ഫുള്ള് വയർ വിട്ട് കിടക്കുന്നതാണല്ലോ. ഇത് ഡാഷ്ബോർഡ് വരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വണ്ടി നമ്മൾ ഒരു വട്ടം ലോക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നു. അപ്പോഴത്തേക്ക് ഈ വെള്ളമടി ടീംസ് എല്ലാവരും കൂടെ കയറി വെള്ളമടിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ വരുമ്പോൾ അതുണ്ട്, ഇതാണ് ഇൻറ്റീരിയർ. ഇത് നമ്മൾ രണ്ടാമത് AC വെച്ച വണ്ടി. അപ്പം AC വെച്ചുകൊണ്ട് കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഇതുണ്ട്. പിന്നെ വേറെ വന്നൊരു ടാസ്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് പിള്ളേരെ സെറ്റ് കയറിയിട്ട് സ്പീക്കർ അടിച്ചുകൊണ്ട് പോയിട്ട് സ്പീക്കർ കൊണ്ടുപോയിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ബോക്സ് അത് കിട്ടാഞ്ഞിട്ട് അത് തല്ലി പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നേക്കുക. ഇവിടെ നിന്ന് ഒരു സ്പീക്കർ ഇരുന്നു, പിന്നെ ഇവിടെ സ്പീക്കർ ഉണ്ടായിരുന്നു, ഇത് ഊരിക്കൊണ്ട് പോയേക്കുക, വയർ മാത്രം ഇട്ടേക്കുന്നു. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നേരത്തെ വർക്ക് വരുന്നതെന്ന് വെച്ചാൽ 2015 ഓഡിയോ വർക്കാണ് വരുന്നത്. എന്ന് വെച്ചാൽ മൊത്തം 12 സ്പീക്കറാണെന്ന് തോന്നുന്നു, ബെർത്തേ മാത്രം. പിന്നെ താഴെ വരുന്നത് ഇങ്ങനത്തെ സെറ്റപ്പ്. ഇവിടെ അങ്ങോട്ട് 4 സ്പീക്കർ വരും താഴത്ത്, അത് സോണി എക്സ്പ്ലോഡിൻ്റെ. പിന്നെ ഇവിടെ ഒരു സബ് ഉണ്ടായിരുന്നു നേരത്തെ, 8 GB ഉണ്ടായിരുന്നു വണ്ടിയുടെ അകത്ത്. അപ്പോൾ 8 GB വണ്ടി കൊണ്ടുപോയിക്കുക. എന്ന് വെച്ചാൽ പിള്ളേർ സെറ്റ് വന്ന് അടിച്ചുകൊണ്ട് പോയി. നമുക്ക് നോക്കാൻ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ നോക്കുമായിരുന്നു. ഇവിടെ ലേസറും കാര്യങ്ങളൊക്കെ വന്നത്. ഇവിടെ മൊത്തം 4 GB, ഇവിടെ 4. അതാണ് സെറ്റപ്പ് വരുന്നത്. ഇവിടെ ഫുള്ള് പണി വരുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അറിഞ്ഞേട്ടാ ഫുള്ള് പണി വരുന്നത്? ഇനി നമുക്കിനി ഫുള്ള് സൗണ്ട് വർക്ക് ഫുള്ള് ചെയ്യണം, ഇൻറ്റീരിയൽ ഫുള്ള് മാറണം, രണ്ടാമത് ഫുള്ള് കവർ ചെയ്യണം ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയുടെ ലൈറ്റ് സിസ്റ്റം, പിന്നെ പെയിൻറ്റിങ്, വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കിടക്കുന്നു. അതെല്ലാം പിന്നെ എൻജിൻ സൈഡ് ഇപ്പോൾ എൻജിനൊന്ന് ഇത് കാണിച്ചു കൊടുക്കാം. സെറ്റപ്പ് ഓണാക്കിയില്ല, ഇത് തുറന്ന് കാണിച്ചു തരാം. സാറേടാ ഒന്ന് പൊക്കി. ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ക്ലിപ്പ് അവിടെ ഇവിടെ ഉണ്ടല്ലോ. എൻജിൻ സൈഡ് വരുമ്പോഴത്തേക്ക് ഇതാണ്. തുരുമ്പും കാര്യങ്ങളുണ്ടോ? ചെറിയ രീതിയും കാര്യങ്ങളൊന്നുമില്ല. ഐലാൻഡിൻ്റെ എൻജിനാണ്, പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ സൈഡ് ഓക്കെ അല്ലേ? എൻജിൻ സൈഡൊന്നും കുഴപ്പമില്ല. ഇത് എത്ര മുതൽ വരുന്നത്? 5 സിലിണ്ടറാണ്. 5 അല്ലല്ലോ, 6 സിലിണ്ടർ അല്ലേ? 6 സിലിണ്ടർ എൻജിന്. അപ്പം എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഇതാണ്. പിന്നെ എയർ കാര്യങ്ങളും കംപ്ലീറ്റും ഇതായിട്ടുണ്ട്. പിന്നെ ഒരു 6 മാസം മുമ്പ് ഹബ് ഗ്രീസ് ചെയ്തായിരുന്നു വണ്ടി. മറ്റേ കഴിഞ്ഞ തവണ നമ്മൾ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു, മറ്റേ വിഷ്ണു ചേട്ടനായിട്ട്. അപ്പം നമ്മൾ ഹബ് ഗ്രീസ് ചെയ്തായിരുന്നു. അപ്പം
ഇതിൻ്റെ കോൾഡ് സ്റ്റാർട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ പാർട്ട് 3 അത് വരുന്നതായിരിക്കും. ക്ലീനിങ്ങിൻ്റെത് പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഓരോരോ വർക്കിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇതാണ് എൻജിൻ സൈഡും എൻജിൻ റൂമും വരുമ്പോഴത്തേക്ക് ഉള്ള അവസ്ഥ. ഈ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചാൽ ബി എം ആർ ആയിരുന്നു ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ഇത് BB മാക്സിമയിലോട്ട് നമ്മൾ കറക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഓടാനുള്ള ഒരു സെറ്റപ്പിലായിരുന്നു. അപ്പം ഇതിനകത്ത് സംഭവം വരുന്നത് അണ്ടർ ബോഡി സൈഡ് നോക്കുവാണെങ്കിൽ ടയറും കാര്യങ്ങളൊന്നും പഞ്ചറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ അണ്ടർ ബോഡി കാണിച്ചു തരുവാണെങ്കിൽ അണ്ടർ ബോഡി സീനൊന്നുമില്ല. പിന്നെ ഇത് പണ്ടത്തെ അണ്ടർ ബോഡി ലൈറ്റ് വരുന്നത്, അത് എല്ലാവർക്കും അറിയായിരിക്കും. റെഡും ഗ്രീനും ആയിരുന്നു നേരത്തെ കോംബോ വരുന്നത്. പണ്ടത്തെ ഒരു സെറ്റപ്പായിരുന്നു, ഫുള്ള് മണ്ണിൻ്റെ അകത്ത് വരുന്നത്. അത് തന്നെ ഇത് പ്രകാശ് ബോഡിയല്ല, ഇത് വീര ബോഡി വണ്ടി. അത് വീര ബോഡി. എനിക്ക് വ്ളോഗ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഇങ്ങനെ ഇടുവാണ്. അത് നമുക്കിനി ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിത് ജസ്റ്റ് കാണിക്കുവാണല്ലോ, നമ്മൾ നോർമൽ വീഡിയോ പോലെ അല്ലല്ലോ ഇത്. ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് നടക്കാതെ പോയി, അങ്ങനെ ഒരു സംഭവം, ഒരു സ്കീമല്ലേ. ലോക്കായിട്ട് സ്റ്റക്കായിട്ട് കിടക്കുവാണ്. ഓപ്പണാണ്. ഇത് വീര ബോഡി. ഈ വണ്ടി വീര ബോഡിയാണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ റെക്സിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു ഇതാണ്. ഇത് അതിനെക്കാട്ടി ഇത്രയും കൂടെ മോഡൽ ബോഡിയാണ് വീര ബോഡിയുടെ. ഇതും ലൈലാൻഡ് എഞ്ചിൻ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് റീസ്റ്റോറേഷൻ ആൻഡ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എന്തുവാ കോൾഡ് സ്റ്റാർട്ട്, അങ്ങനെ നമ്മൾ സപ്പോർട്ട് അനുസരിച്ച് ഓരോരോ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇത് ഇതിൻ്റെ അകത്ത് ബില്ലറ്റ് ഇരിപ്പുണ്ട്. സാറേട്ടാ ഞാൻ പറഞ്ഞ ബില്ലറ്റ്. സ്പീക്കറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമ്മളിത് സ്പീക്കറൊന്ന് ഇതുവരെ ആരും കേരളത്തിൽ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു വണ്ടി ഇട്ടിട്ട് സ്പീക്കർ ഔട്ടും പോകുമോ, ഇനി ഓണാവുമെന്ന് അറിയത്തില്ല. ഇത് ഓണാവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ ഓണാക്കി കാണിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ 5 വർഷം കയറ്റിയിട്ട വണ്ടിയുടെ ഫുള്ള് വീഡിയോ എന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോയും പിന്നെ ഈ റീസ്റ്റോറേഷനും അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മളത് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത് സോണിയുടെ സ്പീക്കർ. ഇതിൻ്റെ താഴെ അത് തന്നെ സെയിമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ താഴത്തെ സ്പീക്കർ ഈ വണ്ടിയിൽ നിന്ന് 8 GB പോയിട്ടുണ്ട്. 8 GB ഇവിടെ വെച്ചതാണ്. ഒരു ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് സബ് കാണുന്നില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടോ, സ്പീക്കർ അടിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ടോ, ഇവിടുത്തെ സ്പീക്കർ കൊണ്ടുപോയിക്കുന്നു. ആകെ ഇത്തിരി ഡാർക്കാണ്. പിന്നെ ഈ വണ്ടി ഞാനങ്ങ് ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് തുറക്കാൻ ഇത്തിരി പാടായിരിക്കും. ഈ വണ്ടിയുടെ അകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, സീറ്റിങ് കാര്യങ്ങളൊന്നും. മറ്റേ വണ്ടി AC ചെയ്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നേക്കുന്നത് ഫുള്ള്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ അകത്ത് ഫുള്ള് വീഡിയോ വരുമ്പോഴത്തേക്ക് ഫുള്ള് വ്യൂ. ന്യൂട്രലാണോ? എല്ലാം വീഴുന്നുണ്ടല്ലേ. ഈ വണ്ടിയും വർക്ക് ചെയ്യുകയാണെങ്കിലത്തേക്ക് ഫുള്ള് പെയിൻറ്റ്, ഇത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടതാണ് അന്ന്, ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടതാണ് ആമ്പ് വരുന്നത്. ഈ വണ്ടി പണിയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വർക്കുണ്ട്? ഇതിനും അത് കണക്ക് തന്നെ പെയിന്റിങ്, ലൈറ്റ് വർക്ക്, സൗണ്ട് വർക്ക്. നമ്മൾ അന്ന് മറ്റേ കളർ കോഡ് വന്ന് ഇറങ്ങിയില്ലേ ന്യൂസിന്റെ അകത്ത്, അന്നുകൊണ്ട് കളർ കോഡ് ഇന്ത്യയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. മറ്റേ വീരാവോടി അല്ലേ ഇത്, ഇത്തിരി പ്രീമിയം ഈ സാധനം. എനിക്കൊന്ന് പ്രകാശനെക്കാട്ടും ഇത്രയും കൂടെ പ്രീമിയം. ഈ പ്രീമിയം വണ്ടി ഈ സ്ലീപ്പർ അങ്ങനത്തെയൊക്കെ വീരാവോടിയിലായിരുന്നു. കല്ലട അങ്ങനത്തെ ടീംസൊക്കെ അവിടെ കൊണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്തേക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. ഇതിൻ്റെ തുറക്കാൻ ഈസിയാണ്, ക്ലിപ്പാന്ന് തോന്നുന്നു അല്ലേ. ഇത്തിരി തുരുമ്പുണ്ടെന്നോ അല്ലേ, തുരുമ്പുണ്ടല്ലേ ഇത്തിരി, കൂടുതലും പൊടിഞ്ഞു കിടക്കുന്ന തുരുമ്പുകളാണ്. അത് വേറെയുള്ള തുരുമ്പ് പൊടിഞ്ഞു നടക്കും അല്ലേ. ഇത് എഞ്ചിൻ റൂം വരുന്ന ഇതായിരിക്കും. അടച്ചോ. ഇത് ഇവിടെ ഒന്ന് വാഷ് ചെയ്യണം. ഇത് ഇത്രയും കാലം കിടന്നതിൻ്റെ ഇത്രയും വാഷ് ചെയ്യണം. ഇതും വാഷ് ചെയ്യണം. ഇവിടെ ഈ സൈഡും വാഷ് ചെയ്യണം. ഇവിടെയൊക്കെ നേരത്തെ പണ്ട് ബാസ് ട്യൂബ്സ് ഇരുന്ന കാലം, ഇപ്പം ഒരു പരിപാടിയില്ലല്ലോ. 2 ബാസ് ട്യൂബ് വരുന്നതായിരുന്നു. സബിൻ്റെ ലേസറിൻ്റെയൊക്കെ വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നു. അപ്പം ഫുള്ള് റീസ്റ്റോറേഷൻ. അപ്പം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. വിഷമമുള്ളൊരു സാഹചര്യമാണ്. ഇത് ഈ സ്പീക്കറിന് പ്രശ്നമില്ല, ഇതിന് പിടുത്തമില്ല. ഇത് സോണിയുടെ അതിൻ്റെ പിടുത്തമുണ്ട്. പക്ഷേ ട്യൂറ്റർ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എക്സ്ട്രാ കയറ്റിയിരിക്കുന്നല്ലേ ഇത്? സോണിയുടെ അല്ലല്ലോ, അത് പൈനിയറിൻ്റെ അല്ലേ? പൈനിയറും സോണിയും കൂടെ മിക്സാണ്. പൈനിയറും സോണിയും കൂടെ മിക്സാണ്. അതും വലിയ കുഴപ്പമില്ല അല്ലേ? ഇത് മറ്റേ 350 വാട്ട്സിൻ്റെ തോന്നല്ലേ? നമ്മളെ 17 സീറ്റ് ട്രാവലറിൻ്റെ അകത്ത് പിടിച്ചിരിക്കും അല്ലേ? പതറുമല്ലേ? പോവല്ലേ? സോണിക്ക് പിന്നെ ഇത്രയും കൂടെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? പിന്നെ ടി വി ഒരു വീട്ടിൽ വെച്ചേക്കോ. മറ്റേതിൻ്റെ ടി വി ഉണ്ട്. ഇത് വീരാട ബാംഗ്ലൂർ ആണോ നമ്പർ വീര ബാഡിച്ച് വരുന്നത്. പിന്നെ പണ്ടത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ. ഇത് ഫുള്ള് ഇത് വരുന്നത്. ഇനി ടോപ്പ് ഷാറായിട്ട് അതിൻ്റെ താക്കോലുണ്ടെന്ന് തോന്നുന്നു. താക്കോലും ഉണ്ടായിരുന്നു വണ്ടിയുടെ? ഈ വണ്ടിയുടെ താക്കോലുണ്ടോ? താക്കോലുണ്ടായിരുന്നെങ്കിൽ കയറുമോ? 17 കയറുമോ ഇതിൻ്റെ സീറ്റ്? അല്ല ഇത് പറ ഇൻസ്റ്റോളേഷൻ ചെയ്ത് നമ്മൾ ഇറക്കുക വേറെ. നേരത്തെ വയറും കാര്യങ്ങളൊക്കെ. ഇത് ഈ വണ്ടിക്ക് വലിയ ലീക്ക് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അകത്ത് ഫ്രണ്ടിലേ ഉള്ളതെന്ന് തോന്നുന്നു ഇത്തിരി. സീറ്റ് വന്ന് ഇറങ്ങും. ഇപ്പം ഇതിങ്ങനെയാണല്ലോ. ഇത് സൈഡ് എഞ്ചിൻ ചെയ്ത വണ്ടിയാണ് ഈ നമ്മുടെ രണ്ടാമത് അടിച്ചുള്ളത്. ഇത് ബൊലേറോയുടെ സൈഡ് എഞ്ചിൻ ചെയ്തേക്കാണ്. ഇത് എഞ്ചിൻ ഇതിലും അതേപോലെ അണ്ടർ ബോഡി ലൈറ്റ് മറ്റേ പണ്ടത്തെ ഐറ്റം. ഇത് അറിയായിരിക്കും എല്ലാവർക്കും. ഇതിൻ്റെ കണശൂരി ഇട്ടേക്ക് വന്നതാണ്, കണശൂരി ഇട്ടേക്ക്. പിന്നെ ഇതിൻ്റെ ബാറ്ററി സൈഡ് വരുന്നതെന്ന് വെച്ചാൽ സാറാണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തത്. 2 ബാറ്ററിയൊക്കെ ഇട്ട് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 2 ബാറ്ററി വരും അല്ലേ? ഇത് എന്തിൻ്റെ ബെൽറ്റ് അത്? ഇതിൻ്റെ ആയിരിക്കും. ഇത് മറ്റേ നമ്മുടെ ട്രാവലറിന് സെയിം സാധനം. ഇത് പണ്ട് പോലെ ഉണ്ട് ഈ സാധനം. ഇതിന് ടയർ പോയി കിടക്കും അല്ലേ? മൊട്ടയാണ്. പക്ഷേ ഇതിൻ്റെ ടയർ പിന്നെയും കുഴപ്പമില്ലല്ലേ? ഇത് കറക്റ്റ് മറ്റേ വണ്ടി ലോവർ ചെയ്തേക്കുന്നത് അല്ലേ? കാറൊക്കെ ലോവർ ചെയ്തിട്ടേക്കുന്നല്ലേ വണ്ടി. ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. ലോക്കല്ലേ? ഇതിൻ്റെ താക്കോലൊക്കെ ആരെടുത്തോണ്ട് പോയി? താക്കോലോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. മറ്റേ കീയുടെ സെറ്റ് ഊരിയിട്ട് നമുക്ക് സ്പാർക്ക് ചെയ്ത് കിട്ടാൻ പോലെ. ലോക്കല്ലേ? അത് ലോക്ക. ചാറാട്ട ഇങ്ങോട്ട് വന്നേ, വേറെ സാധനം തരാം. ഇങ്ങോട്ടോ. ഇതിൻ്റെ ഡിക്കി ഓപ്പണാണ്. ഇത് കയറുമ്പോഴേ അതിൻ്റെ ഏണി. ഇത് കഴുകാൻ നേരത്തെ എടുക്കുന്ന ഏണി. ഇത് ഊരിയിട്ട് ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. എടുത്തോ. അതിൻ്റെ ഹൈഡ്രോളിക്ക് പോയി കിടക്കുക കേട്ടോ. അടിയിലോട്ട് വെച്ചിരിക്കുന്നല്ലേ? മറ്റേ സീറ്റിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് അച്ഛന്. ഇതിൻ്റെ അകത്തൊന്നും വലിയ പ്രശ്നമില്ല. പല്ലി വണ്ടി ഫുൾ ഇതാണ് വരുന്നത്. ഇത് AC ബസ്സും അത് നോൺ AC ബസ്സുമാണ് വരുന്നത്. ഇത് ഇതിനകത്ത് വെച്ചോ. ഈ മണ്ടയ്ക്ക് AC യുടെ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. AC പോയി കാണുമായിരിക്കും അല്ലേ മിക്കവാറും? അല്ല നമ്മൾ സെപ്പറേറ്റ് എഞ്ചിനൊക്കെ കൊടുത്താണ് കയറ്റി ചെയ്തേക്കുന്നത്. പോയി കാണത്തില്ലല്ലോ. എനിക്കൊന്ന് മൈലേജ് കൂടുതൽ കിട്ടുമല്ലേ? 2 ഇതിന് വരുമല്ലേ? അല്ല സൈഡ് എഞ്ചിൻ ചെയ്തേക്കുന്നുണ്ട്. എഞ്ചിനല്ലേ? എഞ്ചിന് കുഴപ്പമൊന്നും പറ്റി കാണത്തില്ല. ബൊലേറോയുടെ എഞ്ചിനായി എഞ്ചിനൊന്നും പറ്റത്തില്ല. ഇതിന് ഇത് പോയി കാണും.
മൊത്തം ക്ലീൻ ചെയ്യണം, എല്ലാ പൈപ്പ് ഉൾപ്പെടെ ചെയ്യണം അല്ലേ? ഇപ്പം എ സി ഫിറ്റ് ചെയ്തേക്കുന്ന ഇതാണ്. എ സിയിൽ ഇങ്ങനെ ഓപ്പണിംഗ് ആണോ, ക്ലിപ്പാണോ അത്? സാറായിട്ട് ഇത് ക്ലിപ്പാണോ, സ്ക്രൂ? ഇല്ലല്ലോ, പണിയല്ലേ? ശരിയാ, ഊരുന്നവർക്കുണ്ട്. ഇതിൻ്റെ മണ്ട ചവിട്ടി പോവല്ലോ. ഇത് ഫാൻസും കാര്യങ്ങളും. മണ്ടവശത്തെ അവസ്ഥ ഇതാണ് കറക്റ്റ്. ടോപ്പ് വ്യൂ. ടോപ്പ് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളത് ഫുള്ള് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറ കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മളിത് ഓരോരോ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതാണ് വീഡിയോയിൽ. അത് നമ്മൾ സെറ്റാക്കും. പി സിയുടെ ഭാഗം ഇതാണ് വരുന്നത്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള കാരിയറും കാര്യങ്ങളും. അപ്പം ഫുൾ വ്യൂ ഇതായിരിക്കും വണ്ടിയുടെ വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് 4 ട്രാവലർ, ഒരു ഭാരതൻസ് ടൂറിസ്റ്റ് പരിപാടി, അതിൻ്റെ ഒരു പരിപാടിയുണ്ട്. അങ്ങനത്തെ ഈ ടൂറിസ്റ്റേഴ്സിൻ്റെ ഇത് മറ്റേ നമ്മൾ കേസ്, കോവിഡിൻ്റെ കേസ് ഇത് വന്നിട്ടേ ടാക്സ് പെൻഡിങ് ആയിട്ട് നമ്മൾ ജി ഫോമിൽ നിലവിൽ വണ്ടി ഇപ്പോൾ 2 ജി ഫോമിലാണ്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് വണ്ടി ഫുള്ള് ഇറക്കി സെറ്റാക്കും. സപ്പോർട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് സംഭവം വരുന്നത്. ഇതൊരു വണ്ടി വ്യൂ ഉണ്ട്. ഇതൊക്കെ ആ ടൈമിൽ ഇറങ്ങിയ സമയത്ത് തന്നെ നമ്മൾ വെച്ച്. ഇത് LED ബ്രേക്ക് ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു പൊട്ടലുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ LCD പോയി കിടക്കും അല്ലേ? പൊരിഞ്ഞു പോയല്ലേ LCD? പൊരിഞ്ഞ് കിടക്കുകയാണോ? നോക്കിയായിരുന്നോ? LCD ഇതല്ലേ, LG അല്ലേ? നമ്മൾ ഫ്രണ്ട് വ്യൂ ഇതാണ്. എയറോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഊരി വീട്ടി വെച്ചിട്ട്. ഇതിൻ്റെ അകത്തെങ്ങാണ്ട് ഒരു പൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പൈപ്പുണ്ട്. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ കാണും. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ സപ്പോർട്ട് അനുസരിച്ച് വണ്ടി അല്ലേ ഫുള്ള് റീസ്റ്റോറേഷന്. ആദ്യം നമുക്ക് റീസ്റ്റോറേഷൻ കൊണ്ടുവരാം, ക്ലീനിങ്ങും കാര്യങ്ങളും റീസ്റ്റോറേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററി എടുത്തുകൊണ്ട് വന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പരിപാടിയും കാര്യങ്ങളും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പയ്യെ നമ്മുടെ വർക്കിലോട്ട് കയറി പോകുന്നതായിരിക്കും. അപ്പം ഈ വണ്ടി കൊടുത്തിട്ട് അത് പണിത് ഇറക്കുന്നതായിരിക്കും നല്ലത്. വീരപണി ഇറക്കണം അല്ലേ? വീരപണി ഇറക്കണം. അപ്പം സൈഡ് എഞ്ചിനും കാര്യങ്ങളും അപ്പുറത്ത് കയറ്റണം. അതിന് കയറ്റിക്കൊണ്ട് അതിനാകുമ്പോൾ കുറച്ച് പൈസ മതി. അതിന് ഇതിന് കൂടുതൽ പൈസ വേണം. ഫുള്ള് പണിയാണല്ലേ? ഫുള്ള് പണി ഇറക്കാം. ഇവന് ഇച്ചിരി പണി കൂടുതലുണ്ട് ഈ വണ്ടിക്ക്. മറ്റവന് നമുക്ക് ഇച്ചിരി പണി കുറച്ചിറക്കാവന്. അതാണെങ്കിൽ അത് സെറ്റല്ലേ? അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ആ സെറ്റാവുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് അനുസരിച്ച് പരിപാടിയൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ, അത് ഡീലാ. എന്നിട്ട് ഇത് എനിക്കൊന്ന് അല്ല, ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയോ, ഇത് 2 ഇറങ്ങുവാണെങ്കിലേ ഫ്രണ്ട് അസ്ത്ര ആക്കായിരുന്നു അല്ലേ? ചേരും ചെയ്യും. പക്ഷെ അത് ഈ പണിയിൽ വൃത്തികേടാ. ഇത് വീരാബോഡിയല്ലേ, അതിന് ആ ഒറ്റ ഇതിലേ ചെയ്യാൻ പറ്റും. ഹൈറ്റും കൂടുതലാണ് വണ്ടി. അതെ. പിന്നെ ഈ വണ്ടിയുടെ ഒഴുക്കില്ലേ സൈഡിലെ, ഇതേപോലെ ഈ പ്രകാശിൻ്റെ ആ ഒരു ലുക്ക് അതിന് കിട്ടത്തില്ല. അതിൻ്റെ ബാക്കൊക്കെ കണ്ടില്ലേ, ബാക്ക് ലുക്കൊക്കെ കണ്ടില്ലേ? മനസ്സിലായി? ഇതീ പണി ഇതിൽ വൃത്തികേടായി. കാര്യം എന്ന് വെച്ചാൽ അത് പ്രകാശിൻ്റെ തന്നെ അല്ലേ ഇതും വരുന്നത്, അസ്ത്രമായി. അപ്പം അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കണം. ഇങ്ങനത്തെ മോഡലിലാണ് അത് ചെയ്യുന്നത്. BMR ബോഡിയുടെ അകത്താണ് പിന്നെ അസ്ത്രയുടെ ഫ്രണ്ട് ചെയ്തത് വരുന്നത്. നമ്മുടെ സെഡോണും കൂടെ, സെഡോണിൻ്റെ നല്ല തലയെടുപ്പായിരുന്നു.
നേരത്തെ നേരത്തെ ചൈനീസ് ലാമ്പല്ലേ ആയിരുന്നു, നല്ല പൊക്കം അതിന്. അത് കിടിലമായിരുന്നു. അപ്പം ഫുള്ള് വ്യൂ ഇതാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ട് സംഭവം കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുക, അപ്പോൾ കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ പയ്യെ റെഡിയാക്കി വരുന്നതാണ്. അപ്പം എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റാക്കുക. വണ്ടി ടയറിന് ആ ടയറെല്ലാം കയറ്റിയിട്ട് ഇതിൻ്റെ ടയറെടുത്ത് അതിന് ഇട്ടാൽ പൊട്ടിച്ചെടുത്തോണ്ടാ പോയിരിക്കുന്നത്. പൊട്ടിച്ചെടുത്തോണ്ടാ പോയിരിക്കുന്നത്. സ്പീക്കർ മാത്രം പോയിരിക്കുന്നത്. ഓപ്പൺ ആയിരുന്നു അറിയാവുന്നവനാ.